അഡ്വക്കേറ്റ് ബി എൻ അസ്കർ ഇങ്ങനെയുള്ള തരികിട പരിപാടികൾ ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുന്നത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് അങ്ങനെ ഒരു ചോദ്യമൊക്കെ ഉണ്ടായത്. ഇത് ഈ ഭക്തസംഗമത്തിൽ സുതാര്യത ഇല്ല എന്ന് കോടതിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഈ സ്വർണ്ണപ്പാളി വിവാദം, സ്വർണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അറ്റകുറ്റപ്പണി വേണമെന്നുണ്ടെങ്കിൽ അത് സന്നിധാനത്ത് നടത്തണമെന്നതാണ് നിയമം. അത് മറികടന്നുകൊണ്ട് ചെന്നൈയിലേക്ക് ഈ സ്വർണ്ണപ്പാളി കടത്തിയതിൽ അതിൽ കോടതി പോലും വലിയ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചില്ലേ? അതാണ് നിങ്ങളുടെ വിശ്വാസ്യത, സർക്കാരിൻ്റെ വിശ്വാസ്യത പല ഘട്ടങ്ങളിലും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പൊളിഞ്ഞു വീഴുകയാണ്. ശ്രീ ബി എൻ അസ്കർ. അല്ല നീലിമ, ഇതില് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ദേവസ്വം ബോർഡിനെതിരെ വന്നിട്ടുള്ള വിധിയെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേണ്ടി വന്നാൽ അത് സംബന്ധിച്ച് അപ്പീൽ നൽകുന്നതിനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോ അത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തട്ടെ. അപ്പീലൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ വളരെ കൃത്യമായി എന്തിനാണ് സന്നിധാനത്ത് നിന്നും അത് കടത്തിക്കൊണ്ടുപോയി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അതിന്റെ അറ്റകുറ്റപ്പണി നിർവഹിക്കുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതല്ലേ ചട്ടം? അതല്ല, അതിനെല്ലാം കൃത്യമായ ഉത്തരവുണ്ട് കാര്യത്തിൽ. കാരണം ഇതിൽ കണക്കുകളുണ്ട്. ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സ്വർണ്ണപ്പാളി എടുക്കണമെങ്കിലും അതിന് കൃത്യമായ ചുമതലയുള്ള ആളുകളെ അറിയിച്ചിട്ട് വേണം. ആ ചുമതലയുള്ള ദേവസ്വം കമ്മീഷണറെ അറിയിച്ചിരുന്ന ഇക്കാര്യം അല്ല, നിങ്ങൾക്ക് കേന്ദ്രമായി ഉയർത്തി നിർത്തണമെന്നാണ് നിങ്ങൾ കരുതുന്നത്. ശബരിമല എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക കേന്ദ്രമാണ്. നിങ്ങൾ പറയുന്ന സനാതന ധർമ്മത്തിലെ തത്വമസി എന്ന് പറയുന്നത് ആ അർത്ഥം ഗ്രഹിക്കുകയാണെങ്കിൽ BJPയും വിശ്വാസ സമൂഹവും ഇപ്പൊ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചെയ്യുന്ന പ്രവൃത്തികളെ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന ഭയപ്പാട് വളരെ കൃത്യമായി കോൺഗ്രസിനും BJPക്കും വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തെ ഇത്ര തോതിൽ എതിർക്കുന്നതിന് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്. ഇവിടെ BJPയുടെയും കോൺഗ്രസിന്റെയും ശബ്ദം ഒരേ ശബ്ദമായി മാറുന്നത്. ഞാൻ ഒരു ചോദ്യം, ഈ 3000 പേരെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതൊന്ന് പറഞ്ഞു തരാമോ? സിമ്പിൾ ചോദ്യം. വിശ്വാസ സമൂഹത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ എങ്ങനെ കണ്ടെത്തുന്നു? കൊട്ടാരത്തിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ വിശ്വാസ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നീലിമ ഒരു ചോദ്യം വിശ്വാസി സമൂഹത്തിന്റെ ആണെങ്കിൽ 19-20 ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ എന്തിനാ വേണ്ടെന്ന് വെച്ചത്? ആ വിശ്വാസി സമൂഹത്തെ പങ്കെടുപ്പിച്ചാൽ പോരെ? അങ്ങനല്ല, ഞാൻ ഇത് നേരത്തെ അനിൽ ജോസ് പറഞ്ഞു. വിശ്വാസി സമൂഹത്തെ വെർച്വൽ ക്യൂ എന്തിനാ വേണ്ടത്? വെർച്വൽ ക്യൂ എന്തിനാ വെച്ചത്? യുക്തിപരമായി അതിനെ സമീപിക്കൂ. ഇത് 40 ദിവസം വ്രതമെടുത്ത് അയ്യപ്പ ദർശനത്തിന് വരുന്ന സമയമല്ല, മണ്ഡലകാലല്ല. അപ്പോ അവിടെ അയ്യപ്പ ദർശനം നടത്തുന്നതിന് എല്ലാ മാസവും നടത്തുന്നത് പോലെ അയ്യപ്പ ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നു. 3000-ഓളം വരുന്ന പ്രതിനിധികൾ പങ്കെടുക്കുന്നു. അവരോടൊപ്പം അവരുടെ സഹായികളും മറ്റും ആയി വരുന്ന ധാരാളം ആളുകൾ അവിടെ എത്തും. ഇപ്പൊ സ്വാഭാവികമായി വെർച്വൽ ക്യൂ കൂടി ഉണ്ടായാൽ പ്രതിനിധികൾ ആരാണെന്ന ചോദ്യം അല്ല, അത് വളരെ അങ്ങേക്കടക്കം BJPയുടെ അടക്കമുള്ള പ്രതിനിധികൾക്ക് പങ്കെടുക്കാലോ. അല്ല, BJP അടക്കമുള്ള ആളുകൾ അങ്ങനല്ല. ഞാൻ സിമ്പിളായ ചോദ്യം ചോദിക്കട്ടെ. സിമ്പിളായ ചോദ്യം. ഇപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണന് 20-ാം തീയതി ഒന്ന് ശബരിമലയിൽ പോകണം. അവിടെ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ 19-20 തീയതികളിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ്. അത് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് പോകാൻ താല്പര്യമുണ്ട്. പക്ഷേ സർക്കാർ സംവിധാനം, ദേവസ്വത്തിന്റെ സംവിധാനം അനുവദിക്കുന്നില്ല.